ഹലോ, വെൽക്കം ടു എസ് ടി ടോക്സ്. ഇന്നും ഒരു പോഡ്കാസ്റ്റ് തന്നെയാണ്. അച്ചായൻ കുവൈറ്റ് എന്നറിയപ്പെടുന്ന ബിജോയ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിജോയ് ചേട്ടൻ്റെ ലൈഫും കാര്യങ്ങളുമാണ്. കൂടെ ചേച്ചിയുണ്ട്. അപ്പോൾ നമുക്ക് ബിജോയ് ചേട്ടൻ ഇവിടുത്തെ ഒരു ഫേമസ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്, അതുപോലെ പൊതുപ്രവർത്തകനാണ്, ബിസിനസ്സുകാരനാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ശരി, നമുക്ക് വീഡിയോയിലോട്ട് വരും. ഹലോ ചേട്ടാ, നമസ്കാരം. ചേച്ചി നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു എസ് ടി ടോക്സ്. ചേട്ടാ നാട്ടിലെവിടെയാ? ഞാൻ കൊല്ലം അഞ്ചൽ, വൈഫ് ഹൗസ് കൊട്ടാരക്കര. ഓക്കെ. പഠിച്ചത് അഞ്ചലാണ്. അത് കഴിഞ്ഞിട്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ട്രിവാൻഡ്രം സായിലായിരുന്നു, അതായത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ. ചേച്ചി? കൊട്ടാരക്കര തന്നെ. ചേട്ടാ ഫാമിലിയെ കുറിച്ച് പറയാമോ? ഞങ്ങളുടെ ഫാമിലി ഫുള്ള് ഇവിടെ ആണ്, കുവൈറ്റിലാണ്. 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. പേര് ഡോർക്കസ് ഡെബോറ. 2 പേരും DPS പഠിക്കുന്നു. പ്രണയത്തെ കുറിച്ച് എന്താ പറയുക? പ്രണയത്തെ പറ്റി പറയുവാണെങ്കിൽ പ്രണയം നല്ലൊരു കാര്യങ്ങളാണ്. പ്രണയിച്ചവർക്കറിയാം പ്രണയത്തിൻ്റെ അതിൻ്റെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ. മനുഷ്യൻ്റെ എല്ലാ ജീവിതത്തിലും പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലൈഫ് തന്നെ ഒരു പ്രണയമാണ്. പ്രണയമില്ലെങ്കിൽ ലൈഫില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് ഏത് ഏജിലായാലും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് കുടുംബമായാലും കോളേജ് ലൈഫ് ആയാലും എല്ലാം തന്നെ. ചേച്ചിക്ക് എന്താ അഭിപ്രായം പ്രണയത്തെ കുറിച്ച്? പറഞ്ഞതുപോലെയൊക്കെ തന്നെ, പ്രത്യേകിച്ചൊന്നും പറയില്ല. നിങ്ങളുടെ മാരേജ് എങ്ങനെ, അറേഞ്ച് ആയിരുന്നോ അതോ? അറേഞ്ച് മാരേജ് ആയിരുന്നു. ഓക്കെ. ചേട്ടാ സിനിമാ മോഹം ഉണ്ടോ? ഉണ്ട്. അതിനെക്കുറിച്ച് പറയാമോ? എന്താ ട്രൈ ചെയ്തിട്ടുണ്ടോ അതോ ഇനി ട്രൈ ചെയ്യുമോ? ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പറയണമെങ്കിൽ അതിനു മുമ്പ് എനിക്കൊരു കാര്യമുണ്ട്. ഞങ്ങളൊരു പ്രൊട്ടസ്റ്റൻ്റ് ആണ്, പെന്തക്കോസ്. അതിൽ നല്ല രീതിയിൽ ഇന്നും ഞങ്ങൾ പല വീടുകളിൽ TV കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കൾച്ചറാണ് ആ രീതിയിൽ പോകുന്നത്. അപ്പോൾ ഞാൻ സായിൽ സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് ഷാജി കൈലാസിൻ്റെ ഒരു പിക്ചർ, ടൈം എന്ന് പറയുന്ന സുരേഷ് ഗോപി പിക്ചറിനകത്ത് ഒരു ടൈം എന്ന് പറയുന്ന ഒരു ക്യാപ്ഷന് വേണ്ടി എന്നെ വിളിക്കുന്നത്. അതായത് ഒരു സ്പോർട്സ്മാൻ ജാവലിംഗ് ത്രോ ചെയ്യുന്നതായിട്ട് ആ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു അങ്ങനൊരു ഒരു സംഭവം സ്റ്റാർട്ടിങ് വരുമെന്നുള്ളത്. അങ്ങനെ ആയപ്പോഴത്തേക്ക് സിനിമയോടൊക്കെ എനിക്ക് ഒത്തിരി ചാൻസായി. പിന്നെ ദിലീപേട്ടൻ്റെ സ്പീഡ് ട്രാക്ക് എന്ന് പറയുന്നത്, അതിനകത്തൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ. അങ്ങനെ ഈ സിനിമയായിട്ട് ഭയങ്കര ഭ്രമമായി ആ സമയത്ത്. പിന്നെ പല പല ചാൻസുകൾ വന്നു തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ സിനിമയുടെ കൂട്ട് തന്നെ എൻ്റെ വീട്ടിലും ഒരു സംഘടനമായി. കാരണം ആ ഒരു സിനിമയിൽ തല കാണിച്ചു എന്ന് പറഞ്ഞ് പല അപ്പച്ചന്മാരാണെങ്കിൽ പല പല പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഒത്തിരി പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷേ വീട്ടിൽ ഒരിക്കലും അക്സെപ്റ്റ് അല്ലായിരുന്നു. പക്ഷേ എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കലാപരമായിട്ടൊക്കെ പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് അതങ്ങ് നിർത്തേണ്ടി വന്നു. പ്രവാസത്തിൽ വന്ന് അത് നിർത്തി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെയോ ഞാൻ സ്റ്റെപ്പ് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ചേച്ചിക്ക് സിനിമ മോഹം ഉണ്ടോ? സിനിമ കാണുമെന്നുള്ളതല്ലാതെ വലിയ ഇതായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പുള്ളിയുടെ കൂടെ കൂടി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുന്ന സ്റ്റോറികളൊക്കെ കേൾക്കും. അങ്ങനൊന്നുമില്ല, അഭിനയിക്കും തോന്നുന്നു. അല്ല, നിങ്ങൾ രണ്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട്. അതെ, അത് ചെറിയ നമ്മുടെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്കിറ്റ് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അതിനകത്തുള്ള എല്ലാം കോമഡികളാണ്. 1 മിനിറ്റ് 2 മിനിറ്റ്. അല്ലാതെ വലിയ സിനിമ എന്നുള്ള രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഒന്നും അത് ഇന്നും നമ്മളെ ഫാമിലി അതിന് ശേഷമല്ലേ. ചെറിയ സ്കിറ്റുകളൊക്കെ ചെയ്യും, അത്ര തന്നെ, ഒരു സമയം പോക്ക്. ചേട്ടാ സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവ് ആവാനുള്ള ഒരു റീസൺ എന്താ? സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രവാസ ലോകത്ത് വന്നിട്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല. ഫേസ്ബുക്ക് നോർമലി പോലെ തന്നെ എല്ലാവരെ പോലെ ഞാനും ചെയ്യുന്നുണ്ട്. വല്ല ഫോട്ടോസ് വല്ലപ്പോഴും ഒക്കെ ഇടും. പക്ഷേ ഒരു കുറച്ച് നാള്, ഒരു 2017 ഒക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ ഈ ഡബ് സ്മാഷ്, അത് കഴിഞ്ഞിട്ടാണ് ടിക്ടോക്ക്. അന്നേരം വൈഫിൻ്റെ തന്നെ ഒരു സുഹൃത്ത് എപ്പോഴും ഈ ടിക്ടോക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ഞാൻ പറയും അതൊന്നും പാടില്ല നമുക്ക്. കാരണം എന്തിനാ എല്ലാവരെയും വിഷമാക്കുന്നത്? കാരണം നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഉണ്ട്. അന്നേരം അവരുമായിട്ടൊന്നും വീഡിയോയിലൊന്നും കയറില്ല, അവരുടെ ഫേസ് കാണിക്കല്ല എന്നൊക്കെ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറയുമായിരുന്നു. പക്ഷേ എനിക്കൊരു എന്താ പറയുന്നത് 2018 ആയപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്തോട്ട് ചെറുതായിട്ടൊക്കെ നോക്കി. ആദ്യം കുറച്ച് സോങ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അത് എങ്ങനെയൊക്കെയോ ആ ഒരു 18-19 എന്ന് പറയുന്ന അങ്ങനെയൊക്കെ പോയി. പിന്നെ സോഷ്യൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് ഓരോരുത്തർ ചോദിക്കും. സാധാരണ വീട്ടിൽ നിൽക്കുന്നവരും ഈ ഖാദിം അങ്ങനെയൊക്കെയുള്ള വിസയിലുള്ളൊക്കെ ചോദിക്കും, ഇങ്ങനെ അച്ചായ എങ്ങനെയാണ്, ഇന്ന നിയമം ഏതാണ്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ തന്നെ കൊടുക്കും. അത് പലർക്കും ഉപകാരമായിരുന്നു. ആ സമയത്താണ് അങ്ങനെ 2020 കോവിഡായി. അങ്ങനെ നമുക്ക് അതിൻ്റെ പ്രിക്കോഷൻസ് കാര്യങ്ങൾ വൈഫാണെങ്കിലും
കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേർക്ക് ഉപകാരമാവുന്ന രീതിയിൽ നമുക്ക് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ ഷെയർ ചെയ്തു. പിന്നെ ഇത് മുഖാന്തരം നമുക്ക് ഇന്ന് വരെയും ഞങ്ങളിൽ ഒരു എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നു, അതിനകത്ത് കിട്ടുന്ന ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള, വലുതായിട്ടൊന്നുമല്ല, 100 പേരെ പോഷിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മളിലൊരു പങ്ക്, ഒരു പറയുന്നല്ലേ ദൈവത്തിനുള്ള ദൈവത്തിന്, ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ നിമിഷം വരെ സോഷ്യൽ മീഡിയ നല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ധാരാളം സുഹൃത്തുക്കളും ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത്. ചേട്ടാ, ഫുഡ് ബ്ലോഗ് തുടങ്ങാനുള്ള റീസൺ എന്താണ്? ഫുഡ് വ്ലോഗ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാനൊരു വ്ലോഗ് ചെയ്യുമെന്നോ ഒന്നും വിചാരിച്ച ഒരാളൊന്നും അല്ല. ഞാൻ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ ധാരാളം സുഹൃത്തുക്കൾ, അതായത് ഷോപ്പ് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അത് ഫുഡ് വ്ലോഗിന്റെ മാത്രമല്ല, മൊബൈൽ ഷോപ്പുകളും പല ഷോപ്പുകൾ, തുണിക്കടകളെല്ലാം നമ്മളെ വിളിക്കുന്നുണ്ട്. ചോദിക്കുന്ന ഇതാണ്, പക്ഷേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം എല്ലാം ലോക്ക്ഡൗൺ ആണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആൾക്കാർക്ക് സാലറി കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ഷോപ്പിന്റെ റെന്റ്, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയപ്പോഴത്തേക്ക് നമ്മൾ തന്നെ പോയിട്ട് നമ്മളെ സമീപിക്കുക, എന്ത് ചെയ്യണം, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അന്നേരമാണ് നമ്മളൊരു ഓപ്ഷൻ എടുത്തത്, ഞങ്ങൾ വരാം, നിങ്ങൾ നാട്ടിൽ ഈ അന്ന് വന്ദേ ഭാരതും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നാട്ടിൽ പോകുന്നവരുടെ കയ്യിലും പൈസ കാര്യങ്ങളല്ല, അന്നേരം ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ കുറേ പ്രോഡക്റ്റുകൾ വെച്ചിട്ട്, അത് വാച്ചാണോ പെർഫ്യൂമാണോ എല്ലാം വെച്ചിട്ട് ഒരു കോംബോ ഓഫറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അന്നേരം നാട്ടിൽ പോകുന്നവർക്കും അതൊരു ഉപകാരമാണ്, ഷോപ്പുകാർക്കും ഒരു കച്ചവടം നടക്കും. കാരണം സ്റ്റോക്ക് ഒന്നും അടിഞ്ഞു കിടക്കത്തില്ല. അങ്ങനെ കുറച്ച് കച്ചവടങ്ങൾ കാര്യങ്ങളായി. അതേപോലെ ഹോട്ടലാണെങ്കിൽ പോലും പല ഹോട്ടലുകളും ആ സമയത്ത് അടയ്ക്കേണ്ട അവസ്ഥകൾ വരെ വന്നു. കാരണം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചെയ്തൊരു വ്യക്തിയാണ്, നമുക്കറിയാം അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അങ്ങനെ ഹോട്ടൽ ഫുഡ് വ്ലോഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് അത് ഇപ്പം അത് അവസാനം ഒരു സോഷ്യൽ വർക്കായിട്ട് തന്നെ ഞാനതിപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഞാനും വൈഫ് ഞങ്ങൾ സമയമുള്ള പുള്ളിക്കാരെ ഡ്യൂട്ടി അനുസരിച്ച് ഞങ്ങൾ പോവും. അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വ്ലോഗ് ചെയ്ത് കൊടുക്കും. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മരുഭൂമിയിൽ, അതായത് ഇവിടെ ഒട്ടക ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും ഫുഡ് തരും. പിന്നെ നാട്ടിൽ ഒത്തിരി എൻക്വയറി കാര്യങ്ങളുണ്ട്. ഇപ്പം പാരലൈസ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ, മരുന്നിന് വകയില്ലാത്ത ആൾക്കാർ, പിന്നെ നമ്മുടെ RCC ട്രിവാൻഡ്രം, കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഇവരിൽ നിന്നൊരു ഹെൽപ്പ്, അവർക്ക് ബിസിനസ് ആവുന്ന സമയത്ത് അവിടെ നിന്നൊരു ഹെൽപ്പ് കിട്ടും, നമുക്കത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കുവൈറ്റിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഫാമിലി ആയിട്ട് ഞങ്ങൾ അതിലും ഒരു ഹാപ്പിയാണ്. അല്ലാതെ ഇതിൽ നിന്നൊരു ഇൻകം ചേട്ടന് അങ്ങനെ എടുക്കുന്നില്ല? ഇൻകം എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടുന്ന് എക്സാമ്പിൾ ഇവിടുന്ന് കുവൈറ്റ് സിറ്റി പോകുന്നു, എൻ്റെ ഒരു സമയം സ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വണ്ടിക്കൂലിയുടെ ചാർജ് ഉണ്ട്. ഇപ്പോൾ ഒരു വ്ലോഗ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ 1 to 3 അവർ ഇവിടുന്ന് സിറ്റിയിൽ പോകുന്നു, 3 മണിക്കൂർ ഡ്രൈവിങ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വ്ലോഗ് ചെയ്യുന്ന ഒരു ടൈം 2 മണിക്കൂർ വേണം. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 6-7 hours ഒരു പ്രോസസ്സാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക്. അന്നേരം അതിനകത്ത് ഇപ്പോൾ ഒരു 25 അല്ലെങ്കിൽ 30 KD കിട്ടുവാണെങ്കിൽ 15 KD ആ സമയത്ത് എൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെ ഞാൻ എടുക്കും. ബാക്കി വരുന്ന ഒരു തുക ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റി വെക്കും. അത് പറഞ്ഞ എന്തായാലും നന്നായി. കാരണം വീഡിയോ കാണുന്നവർക്ക് അറിയില്ല ഇതിന്റെ പിന്നിലുള്ള ഒരു ബുദ്ധിമുട്ട്. അല്ല, അത് പറയാൻ കാരണം എനിക്കൊരു ജോബുണ്ട്, വൈഫിനൊരു ജോബുണ്ട്. ഇപ്പം എൻ്റെ അപ്പനെയും അമ്മയും പോറ്റാനുള്ളത് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഞങ്ങളുടെയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ദൈവം ഒരു അഡീഷണൽ ഒരു എക്സ്പെൻസ് ഇവിടുന്ന് ഒരു പൈസയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങൾ അതിനകത്ത് ഭയങ്കര ഹാപ്പിയാണ് അതിനകത്ത്. അത് മതി. കാരണം നമുക്ക് ഓൾറെഡി ജോബും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം എന്നൊക്കെ. നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് നല്ല ഹാപ്പിയാണ് നമ്മൾ അതില്. അത് നമ്മളുമായിട്ട് അടുത്തുള്ളവർക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നൊക്കെ. ചേട്ടാ, രണ്ടുപേരുടെയും ജോലി എന്താണ്, ബിസിനസ് എന്താണെന്ന് പറയാമോ? ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ്, വൈഫ് നേഴ്സാണ്, MOHൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 2014 ഇവിടെ വന്നിട്ട് KOC അഹമ്മദിയിലായിരുന്നു, ബിൽഡിംഗ് മെയിൻ്റനൻസിലായിരുന്നു ജോബ് ചെയ്യുന്നത് 16 വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകും. ഞാനും ഒരു കുവൈറ്റി കൂടെ പാർട്ട്ണർഷിപ്പിലാണ്. ആള് മുബാറക്കിലെ നേഴ്സാണ്. ചേട്ടാ, ബിസിനസ് എന്ന് പറയുമ്പം എന്തൊക്കെ ബിസിനസ്സാണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ പ്യുവർ കൺസ്ട്രക്ഷൻ ആണ്. 16 ലാസ്റ്റ് മുതൽ നമ്മളൊരു കുവൈറ്റി ആയിട്ട് പാർട്ട്ണർഷിപ്പ്, ആള് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അങ്ങനെ റിഫൈനറി ബേസ് ഉള്ള സിവിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
സിവിൽ മെയിൻ്റെനൻസ് വർക്കാണ്. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ കുവൈറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മേജർ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായി. 23 വരെയൊക്കെ ഉള്ളായിരുന്നു. നമ്മുടെ സിവിൽ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റോപ്പായ സമയത്ത് ഞാനിപ്പോൾ ഒരു ബോട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ആദ്യം ബോട്ടിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ അവിടെ മംഗഫ് അവിടെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇതാണ് നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ. ഇൻസ്റ്റയിൽ ബസ് ഡ്രൈവ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി പ്രേമം ഉണ്ടോ? വണ്ടിപ്രേമോ? വണ്ടിപ്രേമം ഇല്ലാത്ത ആർക്കാണ്? ഇന്നാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും നിയമങ്ങളും കാര്യങ്ങളും വന്നേക്കുന്നത്. ഒരു സമയത്ത് നമ്മുടെ ഈ ലൈസൻസ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു 2005 ശേഷമൊക്കെയാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത്. ആ സമയത്തെ ഈ ബസ് വളയം പിടിക്കണമെന്നും കാർ ഓടിച്ചിട്ടുണ്ട്. അന്നൊരു നിയമവും കാര്യങ്ങളൊന്നും നാട്ടിലില്ലായിരുന്നു. ലൈസൻസ് ഇല്ലാതാണ് എല്ലാവരും വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിച്ചിരുന്നത്. അന്നേ ഞാൻ ഓടിക്കുമായിരുന്നു. ഓടിക്കാന്ന് പറഞ്ഞാൽ അഞ്ചലുള്ള ഹിലാൽ എന്ന് പറയുന്നത്, അത് പറയണ വലിയ സ്റ്റോറിയാണ്. ഹിലാലിന്റെ ഓണർ നമ്മുടെ ദിലീപ് എന്താ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ദിലീപ് എവിടെങ്കിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ എന്താ പറയുക, കയറാന്ന് പറയും. ലൈസൻസ് ഇല്ല, ഓടിച്ചോളാൻ പറയും. ആറ്റിങ്ങിൽ ക്രോസ് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആള് ഉറങ്ങിയൊക്കെ ചെയ്യും. എന്നെ കൊണ്ട് വണ്ടി ഓടിക്കും. എന്നെ കൊണ്ട് ഒരു അക്ഷരം മിണ്ടിക്കല് നീ ഓടിച്ചോണം, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ കൊല്ലം ബൈപ്പാസ് വഴിയൊക്കെ ഓടിച്ചൊരു ഹിസ്റ്ററി അന്നുണ്ട്. കുഞ്ഞിലേ ഉള്ള സമയത്താണ് പറയുന്നത്. പിന്നെ മറ്റേ ആ ഒരു ഡയലോഗ് അല്ല, എന്താ പറയുന്നത്, എൻ്റെ ഫാദർ എന്നെ കുഞ്ഞിലെ നീന്തൽ പഠിപ്പിച്ചു, വെള്ളത്തിലെടുത്തിട്ട്, അതൊന്നും അല്ല പറയുന്നത്. ഇത് നമ്മുടെ മാഷ്, വലിയൊരു ഡ്രൈവിംഗ് സ്കൂളാണ് അഞ്ചൽ ഹിലാൽ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ പ്രസൻസിൽ പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. ആ കുഞ്ഞിലെ അതൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അന്ന് മുതലേ വളയം പിടിച്ചാണ്. ഇന്നും ഇവിടെ വളയം പിടിക്കുന്നു. ആ വളയം പിടിക്കുന്നത് മുഖാന്തരം നമുക്കും എല്ലാവർക്കും ഒക്കെ ആശ്വാസമാവാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെ ആ ഒരു വലിയൊരു ബസ് ഓടിച്ചതിൻ്റെ പിന്നിലുള്ളൊരു സ്റ്റോറി. ചേട്ടാ, ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കുവൈറ്റിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ആക്ടിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ശരിക്കും ഇതിനകത്ത് ഇറങ്ങിയേക്കുന്ന ഫാമിലി ആയിട്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ചില ഏരിയകളിലൊക്കെ ചെല്ലുമ്പോഴത്തെ ഒട്ടോ ഫാമുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ വിസിറ്റിങ്ങിന് ആദ്യമായിട്ട് ചുമ്മാ പോയതാണ് കുഞ്ഞുങ്ങളുമായിട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് അവിടെ നമ്മളെപ്പോലുള്ള പ്രവാസി യഥാർത്ഥ ആടുജീവിതം എന്ന് പറയുന്ന ആ സൈഡിലാണ് ഉള്ളത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് അവിടുത്തെ ഉള്ള സാധാരണക്കാർക്ക് അവിടെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിവിടെ വീട്ടിൽ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ അന്ന് പോലെ ഒരു കാര്യം തീരുമാനിച്ചു. അവിടെ പോവുക, അവിടെ പോയിട്ട് അവിടുത്തെ സഹോദരങ്ങളുമായിട്ട് കേക്ക് കട്ട് ചെയ്യുക. നമുക്ക് വീട്ടിലും എന്തെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുമെങ്കിൽ തന്നെ ആ ഫുഡ് തന്നെ പാക്ക് ചെയ്തിട്ട് അതിലൊരു പങ്ക് ആ സഹോദരങ്ങൾക്കൂടെ കൊണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ അന്ന് മുതലേ തീരുമാനിച്ചൊരു കാര്യമാണ്. അത് ഇന്നും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് വളരെ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. ചില വീഡിയോസൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മളെപ്പോലെ തന്നെ ശരിക്കും മനസ്സുള്ളവരുണ്ട്. കാരണം അവിടെ എത്തിപ്പെടാൻ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഇട്ട് അവിടെ ഒരു കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയുണ്ട്. നമ്പറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒന്നുമില്ല, എല്ലാ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും അത് മറ്റുള്ളവരെ കാണിക്കണമെന്നല്ല. വർഷത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോ പുറത്ത് പോകുന്നുണ്ട്. കാരണം അവിടെ ഉള്ളവർക്ക് ഒരു സന്തോഷമാണ്. അവർക്കൊക്കെ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ആ പാവങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ കണ്ടിട്ട് ധാരാളം സുഹൃത്തുക്കൾ അവിടെ ചെല്ലുന്നുണ്ട്. അവർക്കുള്ള മരുന്നുകൾ കാര്യങ്ങൾ മെഡിസിൻ. കാരണം അവിടുന്ന് ഈ സിറ്റി ഏരിയയിലോട്ടൊക്കെ വരാനൊക്കെ ഇച്ചിരി പാടാണ്. നമുക്കിവിടെ 52, 53, 54 ഒക്കെ ആ റേഞ്ചൊക്കെ ചൂട് വരുന്നുണ്ട്. പക്ഷെ ആ മരുഭൂമിയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര തിളപ്പാണ് അവിടെ ഒട്ടക ഫാമിൻ്റെ ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പം നമ്മളെപ്പോലെ തന്നെ ശരിക്കും സഹോദരങ്ങൾ അവിടെ ചെല്ലുന്നുണ്ട്. ഫുഡ് കാര്യങ്ങൾ മെഡിസിനൊക്കെ ആ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടത് മുഖാന്തരമാണല്ലോ അവിടെ ആൾക്കാർ എത്തിപ്പെടുന്നത്. കാരണം അവിടെയുള്ള സഹോദരങ്ങൾ പറയും, അച്ഛൻ്റെ വീഡിയോ കണ്ടിട്ട് ശരിക്കും ആൾക്കാർ വരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം തന്നെ അല്ലേ. അത് തന്നെ ഉള്ളൂ. അതുപോലെ മുൻകാലങ്ങളിലൊക്കെ പല ആൾക്കാരും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പല ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്ന സമയങ്ങളിലൊക്കെ, അതായത് കുവൈറ്റ് വീട്ടിൽ ജോലി ചെയ്യുന്ന പല സാഹചര്യങ്ങൾ. കാരണം ഇവർ വന്നിട്ട് ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് സുഖമില്ലാതാവുന്ന അവസ്ഥകൾ വരും. എന്തെങ്കിലുമൊക്കെ ക്രിട്ടിക്കൽ ആവുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ പബ്ലിക്കിലൊക്കെ വീഡിയോ ഇടും, നമ്മളെ സഹായിക്കണം. നമ്മുടെ എംബസിയൊക്കെ നല്ല രീതിയിൽ സംഘടനകൾ എംബസിയൊക്കെ നല്ല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കോഡ് കഴിഞ്ഞ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലരെയും നാട്ടിൽ വിടുന്ന എൻ്റെ കുവൈറ്റ് എൻ്റെ കൂടെ വരും. എന്തോ കാര്യങ്ങളുണ്ടെങ്കിലും നന്മ പ്രവർത്തനങ്ങൾക്ക് ആള് സപ്പോർട്ടാണ്. അങ്ങനെ വിളിപ്പുറത്തുണ്ട്. കാരണം നമ്മൾ എന്താണ് അങ്ങോട്ട് കൊടുക്കുന്ന അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നു. കാരണം പലരും പറയുന്നുണ്ട് പിന്നെ അറബികളൊക്കെ വല്ലാത്ത ക്രൂക്കട ആണെന്നുള്ള രീതിയിൽ ചിലവരൊക്കെ പറയുന്നേക്കാം. പക്ഷേ
നമുക്ക് അങ്ങനെയുള്ള ഒരു ഫീലിങ്ങോ കാര്യങ്ങളൊന്നും ഇതേവരെ വന്നിട്ടില്ല. വെളിപ്പുറത്തുണ്ട്. അത് എന്ത് സാമൂഹ്യ പ്രവർത്തനമാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും. അതുപോലെ തന്നെ ധാരാളം സുഹൃത്തുക്കൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫുഡ് ബ്ലോഗും കാര്യങ്ങളും വീട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയാം, അച്ചായ ചേച്ചി എടുത്ത് പറയണം, നല്ല ആഹാരമൊക്കെ ഞങ്ങൾക്ക് കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറയണം. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് നമ്മളാൽ പറ്റുന്ന വിഭവങ്ങളൊക്കെ ആയിട്ട് ചിലവർക്കൊക്കെ കൊണ്ടു കൊടുക്കും. എന്നെ വിളിച്ചു പറയും, കുവൈറ്റി വീടുകളിൽ നിൽക്കുന്നവർക്ക് ഇവിടുത്തെ ആ ഒരു ഭക്ഷണം സ്ഥിരം കഴിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ആഹാരം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ വിളിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്, പോയി കൊടുത്ത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് അവരത് വാങ്ങിക്കുന്ന കാണുമ്പോ കണ്ണിലെ തിളക്കാൻ ആ ഒരു സന്തോഷം കഴിച്ചിട്ടൊക്കെ വിളിക്കുന്നതെന്ന് പറയുന്ന. ഇനി അത് ഞാനൊക്കെ ബിസിനസ് ചെയ്ത് നല്ല എമൗണ്ട് കൈ കിട്ടുന്ന ആ സമയത്ത് പോലും ആ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ അവരുടെ ഒരു താങ്ക് യു പറയും, നന്ദി, നിങ്ങൾ കൊണ്ടുവന്നല്ലേ, നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഒരു പങ്ക്. അതേപോലെ പിന്നെ അതുമല്ല, ശരിക്കും ഹോസ്പിറ്റൽ കേസുമായിട്ടൊക്കെ ഇപ്പൊ എവിടെങ്കിലും ഒക്കെ പോയിട്ട് പറ്റാത്തൊരവസ്ഥകളുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക. എന്നിട്ട് നമ്മൾ കൂടെ പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യും. കാരണം അവർക്ക് ഒരു വഴി കാട്ടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമുക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിൽ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു സന്തോഷം. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരെ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ അസുഖങ്ങൾ കാര്യങ്ങൾ, ഇപ്പം നാട്ടിൽ പോകുന്നത്, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോകുന്നത്, ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്, ഇങ്ങനെ പല പല കാര്യങ്ങൾ എടുത്ത് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ മണിക്കൂറുകളുണ്ട് ഇവിടെ ഫേസ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ. അവർക്കെല്ലാം നമ്മളാൽ പറ്റുന്ന ഒരു ഇൻഫോർമേഷനോ ഒരു ചെറിയ സഹായമോ എന്തു തന്നെ ആയാലും നമുക്ക് കുടുംബമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഞങ്ങൾക്ക് ഒരു അഭിമാനം തന്നെ ആയിട്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോവാണ്. അതെ, അതിപ്പോ 54 ഡിഗ്രി ചൂട് ഇവിടെ ഉണ്ടെങ്കിൽ 60-65 ചൂട് അവിടെ നിൽക്കും. അവിടെ മരുഭൂമിയിൽ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, എല്ലാ മാസവും പറയും, പപ്പ എന്നാ അങ്കിൾമാരെ കാണാൻ പോകുന്ന, ഫുഡ് കൊടുക്കണ്ടേ നമുക്ക്. അങ്ങനെ രാത്രി ഇരുന്ന് ഫുഡ് കിറ്റ് ഉണ്ടാക്കാൻ വരും, കൂടെ ഇരിക്കും 2 എണ്ണവും കൂടെ. അത് കുഞ്ഞിലേ മുതലേ ഞങ്ങളത് അവരെ ശീലിപ്പിക്കുന്നുണ്ട്. അത് നാട്ടിൽ പോയെന്ന് പറഞ്ഞാലും ചെന്നിട്ട് ചോദിക്കും, എന്നാണ് നമ്മൾ RCCയിൽ പോകുന്നത്. അന്നേരം അവർക്ക് നമ്മൾ ചെയ്യുന്നത് അവർ കണ്ടു പഠിക്കട്ടെ, നാളെ എന്താണെന്നുള്ള അറിയത്തില്ല. അന്നേരം ഈ കാര്യങ്ങളെല്ലാം ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ കുടുംബമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനം. ഒന്നും ഒരു ഫാബ്രിക്കേറ്റഡ് അല്ല. ഇന്നിപ്പോൾ എന്താ വരുന്നത്, നമ്മളുടെ സാഹചര്യം എല്ലാം. ഇപ്പം 100 പേര് വിളിക്കുമ്പോൾ 100 പേരെ പോഷിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് 10 പേർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. ചേട്ടാ, ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഈ അനാവശ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾ ഫാമിലി ആയിട്ട് കാണാനുള്ള ഇടയായിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരാൻ കാരണം? ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് ഇന്നും ഉത്തരം കിട്ടാത്തൊരു കാര്യമാണിത്. കാരണം ഞങ്ങളുടെ ഫാമിലിയെ ഒത്തിരി വിഷമിപ്പിച്ചൊരു കാര്യം. കാരണം ഞങ്ങൾ എന്നിട്ടും എൻ്റെ വൈഫ് പറയും, ബിജോയിച്ച അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട. ചില സമയത്ത് ടെൻഷനായിപ്പോകും. കാരണം അമ്മാതിരിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എഗനിസ്റ്റ് വന്ന് ഒത്തിരി അപവാദ പ്രചരണങ്ങൾ വന്നു. പക്ഷെ അതിനോടൊന്നും പിന്നാലെ ഞങ്ങൾ പോകുന്നില്ല. കാരണം നമ്മളെ അറിയാവുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ചിലപ്പോൾ 100-ൽ 2 പേരായിരിക്കും ചിലപ്പോൾ നമ്മളോട് എതിരായിട്ട് നിൽക്കുന്നത്. അതെന്ത് കാരണത്താലായെന്ന് അറിയത്തില്ല. അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോകുന്നില്ല. അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണയാണ്, അത്രയേ ഉള്ളൂ. എന്താണെന്ന് നമുക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് സഹോദരിമാർ ഈ വിസാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വിളിച്ചു പറയാം, എന്തെങ്കിലും സഹായിക്കണം, ഞങ്ങളുടെ ഇത്രയും പൈസ അവർ വാങ്ങിച്ചു തിരിച്ചു തരുന്നില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാനൊരു 10-25-30 പേരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അന്നേരം ഒരു വീഡിയോ ഇടും, സഹോദരന്മാരെ ഈ പാവം 120 ദിനാറ് 130 ദിനാറ് വാങ്ങുന്ന ഈ സഹോദരിമാരെ നിങ്ങൾ പറ്റിക്കല്ലേ, വഞ്ചിക്കല്ലേ എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ഇടുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ്, അതായിരിക്കാം ചിലപ്പോൾ നെഗറ്റീവ് വരുന്നത്. കാരണം ശരിക്കും ചില സഹോദരിമാരെ വിളിച്ചിട്ട് പറയുന്നത്, ഞങ്ങൾ ഇത്രയും രൂപ കൊടുത്തു, ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ സഹോദരന് ഹസ്ബൻഡിന് വേണ്ടി പൈസ കൊടുത്തേക്കുന്നു, ഞങ്ങൾക്ക് ആ വിസ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇത് വരും. എനിക്കൊന്നും അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പബ്ലിക്കിൽ കൊണ്ടുവന്നില്ല. പക്ഷെ കോമൺ ആയിട്ട് പറയും, ദയവ് ഇത് ഇവരെ ഒന്നും ചതിക്കല്ലേ. കാരണം വെറും 120 ദിനാറ് 130 ദിനാറിന് ജോലി ചെയ്യുന്നവരാണ്. അവർ കരഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് വകയില്ല, അവരുടെ വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. അപ്പോൾ വീഡിയോ ചെയ്യുന്നതാണ് ചെയ്യുമ്പോഴത്തേക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ട്രോളും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് എന്നാണ് ഞങ്ങളുടെ. അല്ലാതെ ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബം ഒരു വ്യക്തി ഒരു വാക്കാല പോലും
പിന്നെ ഒന്നിനും പോയിട്ടില്ല, ഒരു കാര്യത്തിനും പോയിട്ടില്ല. കാരണം ഒരു സോഷ്യൽ മീഡിയ ഒരു നെഗറ്റീവ് കമന്റ് വന്നാൽ പോലും, ഒരു തെറി വന്നാൽ പോലും ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഒരു നെഗറ്റീവ് കമന്റ് വന്നാൽ പോലും പറയും, സഹോദരൻ എന്തെങ്കിലും ഉണ്ടോ എന്നോട് ക്ഷമിച്ചേരെ എന്നുള്ളൊരു വാക്കിലേ ഞാൻ അവസാനിക്കത്തുള്ളൂ. ഒരു അനാവശ്യ റിവെഞ്ചിനോ കാര്യങ്ങളൊന്നും പോയിട്ട് കാര്യമില്ല, അത്രേ ഉള്ളൂ. അന്നേരം എങ്ങനെ ഈ ട്രോള് ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അതാ അവർക്ക് ഇപ്പൊ പറയാനൊറ്റ കാര്യമുള്ളൂ, അങ്ങനെ ചെയ്യുന്നവർക്ക് തമ്പുരാൻ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടുതലൊന്നുമില്ല. കാരണം നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിൽ നമ്മളൊരു നല്ല രീതിയിൽ നിന്നാലേ പറ്റത്തുള്ളൂ. അവരെ മാനിക്കുന്നു. ചേച്ചി എങ്ങനെ എഫക്ട് ചെയ്തു ചേച്ചി ഈ ഒരു ട്രോളും ബാഡ് കമൻസും ഒക്കെ വരുമ്പോൾ ആസ് എ വൈഫ്? എങ്ങനെ അതൊരു ചേച്ചി വീഡിയോയിൽ പാർട്ടാണ് എല്ലാ മിക്ക വീഡിയോകളിലും. അപ്പോൾ എങ്ങനെ എഫക്ട് ചെയ്തിട്ട് ആ ഒരു കാര്യം? പലരും, ഞാൻ ഡ്യൂട്ടിയിൽ പോയപ്പോഴാണേലും പലരും എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, എന്താ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം ഞങ്ങൾ എന്താ പറയുക, ഈ പറഞ്ഞ കണക്ക് തന്നെ ഞങ്ങൾ ചെയ്യുന്ന, ഞങ്ങൾ എന്താന്നുള്ളത് ഞങ്ങളെ കാണുന്നവരും ഞങ്ങളെ വിശ്വസിക്കുന്നവർക്കും അറിയാം ഞങ്ങൾ എന്താന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്കത് അങ്ങനെ മനസ്സിൽ തട്ടിയിട്ടില്ല എന്ന് പറയുന്നില്ല. പല സാഹചര്യങ്ങളും ഞങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയില്ല. ചേട്ടാ, സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കാനുള്ള ഒരു ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ഞാനിതിനകത്ത് സോഷ്യൽ മീഡിയയിൽ തുടങ്ങുന്ന സമയത്ത് പിന്നെ എല്ലായിടത്തും നിന്ന് നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു പ്രൊട്ടസ്റ്റൻ്റ് ഫാമിലിയാണ്. അന്നേരം അതിനകത്തു നിന്നെല്ലാം അതെനിക്ക് തന്നെ അറിയാം. പിന്നെ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ പോകുമ്പം ഞാൻ ആ ഒരു മൈൻഡിലാണ് എടുത്തേക്കുന്നത്. അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന പല ആൾക്കാരുണ്ട്. നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പള്ളിയിലുള്ള പാസ്റ്റർ അവരെ കൊണ്ട് കാണിച്ച് വീട്ടിൽ നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് മാതാപിതാക്കളാണെങ്കിലും, എക്സ്പെഷ്യലി ഇപ്പോൾ ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ എന്തിനും ഇറങ്ങണമെങ്കിൽ വീട്ടിലെ ഒരു സപ്പോർട്ട്, അതായത് വൈഫിൻ്റെ ഒരു സപ്പോർട്ട് വേണം. അവിടെ നെഗറ്റീവും പറഞ്ഞ് മുഖവും കറുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു സോഷ്യൽ വർക്ക് എന്നല്ല, ഒരു കാര്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ഡ്രൈവിങ്ങിലാണെങ്കിൽ പോലും സ്വന്തം ഭാര്യ അപ്പുറത്തിരിക്കുന്നു, മുഖം കറുത്തിരിക്കുന്നു, സംസാരിക്കുന്നില്ല, നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഈ ഒരു സോഷ്യൽ വർക്കിൽ നിന്നുള്ള ഒരു അനുഗ്രഹം, ആ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. അത് ഏത് പാതിരാത്രിക്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ നമ്മളാൽ പറ്റുന്ന ഒരു കാര്യം. ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ പിന്നാലെ എത്ര ക്ഷീണം ഉണ്ടെങ്കിലും, വൈഫാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ വീട്ടിലും ആ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിൽ. ശരിക്കും സുഹൃത്തുക്കളും എനിക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ എക്സ്പെഷ്യലി പറയേണ്ട എൻ്റെ ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫാണ്, അല്ലാതെ വേറെ ആരെയും പറയാനില്ല. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സും സപ്പോർട്ടും ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. എല്ലാത്തിനും സപ്പോർട്ടാണ്. അതെ. പൊതുപ്രവർത്തനം, സോഷ്യൽ മീഡിയ, അങ്ങനെ ബിസിനസ് ആയിട്ട് ഭയങ്കര തിരക്കാണ്. ഫാമിലി ടൈം കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ വേറെ, ഫാമിലി ടൈം വേറെ. അത് ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി രീതിയിൽ തന്നെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫാമിലി ടൈം മിസ് ചെയ്യാറില്ല. അല്ല, അതിനൊരു കാര്യം, എത്ര തിരക്കാണെങ്കിലും ഞാൻ എത്ര ടയേർഡാണോ സുഖം ഇല്ലയോ, കാരണം രാവിലെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, രാവിലെ തൊട്ട് രാത്രി വരെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ടാബ് കാണുന്നു, എല്ലാം ചെയ്യുന്നു, കളിക്കുന്നു, പഠിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ എത്ര തിരക്കാണെങ്കിലും ഞാൻ രാത്രി ഇനി 11-12 മണിയാണെങ്കിലും ഞാൻ വീടിൻ്റെ താഴെ വരുമ്പോഴത്തേ പറയും പെട്ടെന്ന് ഒരുങ്ങാൻ പറയും. ഫുഡ് കഴിക്കാനോ പുറത്തു പോയി അങ്ങനെയുള്ളതൊന്നുമല്ല, ജസ്റ്റ് ഈ സീ സൈഡ്, ഈ ഒരു നമ്മുടെ കമ്പോളം എന്ന് പറയും, കമ്പോളം വഴിയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞു വന്ന് പിള്ളേർക്കൊരു ചോക്കോബാറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എങ്ങനെ ഇരുന്നു, അല്ലെങ്കിൽ 2-3 ദിവസം എത്രത്തോളം വീട്ടിനകത്തിരുന്നു, ആ ഒരു മൈൻഡ് എല്ലാം ഒരു നിമിഷം കൊണ്ട് മറക്കും. അത് എനിക്ക് എത്ര തിരക്കാണെങ്കിലും ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഫാമിലിയായിട്ട് ജസ്റ്റ് ഒരു 1 hour ഒന്ന് കറങ്ങിയിട്ട്, ഒരു നൈറ്റ് റൈഡ് എന്ന് തന്നെ പറയാം, കറങ്ങി വരുമ്പോൾ. പുള്ളിയാണെങ്കിൽ പോലും ഞങ്ങളൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞ ക്ഷീണമാണെങ്കിലോ ഒന്നും അതിനൊരു നെഗറ്റീവ് പറയാറില്ല, പോകാം എന്ന് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതങ്ങനെ, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും അതങ്ങനെ ഫീൽ ചെയ്യാറില്ല, പപ്പ ഇപ്പം ബിസിയാണ് എന്നുള്ളൊരു ഫീല് ഞങ്ങൾക്ക് വരാറില്ല. ഉള്ള സമയം ഉള്ളതുപോലെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ ചേട്ടാ, ഈ ഗൾഫ് ജീവിതം തുടങ്ങിയത് അതിനെ കുറിച്ചൊന്ന് പറയാമോ? കുവൈറ്റിൽ തന്നെയാണോ ആദ്യം വന്നത്? അല്ല, ഞാൻ ആദ്യം മസ്കറ്റിലാണ് പോയത്. മസ്കറ്റിൽ 9 to 14 വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ടൊള്ളുവിന് കല്യാണം കഴിഞ്ഞു. 2014 ഞാനിവിടെ കുവൈറ്റിലെത്തുന്നു. ഇപ്പോൾ 2026 ആവാൻ പോകുന്നു. ഇന്ന് വരെ സന്തോഷം. ഇതാണ് നമ്മുടെ പ്രവാസ ജീവിതം. പിന്നെ 16 മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്.
ഫാമിലി ആയിട്ട്. ഗൾഫിൽ വന്നതിന് ശേഷമാണോ കല്യാണം കഴിഞ്ഞത്? അതെ അതെ അതെ, ആദ്യം മസ്കറ്റിലായിരുന്നു. മസ്കറ്റിൽ നിൽക്കുന്ന സമയത്താണ് പിന്നെ കല്യാണം നടക്കുന്നത്. അത് കഴിഞ്ഞ് 14 കുവൈറ്റിലെത്തുന്നത്. ചേട്ടാ മൊത്തം 10-15 വർഷത്തെ പ്രവാസ ജീവിതമാണ്. അതെ. അപ്പോൾ ഈ പ്രവാസ ജീവിതത്തിൽ വന്നതിന് ശേഷമുള്ള അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്താണ്? പ്രവാസത്തിൽ വന്ന ആദ്യം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും താല്പര്യം, ഞാൻ ഒരു 7 മാസം ആയപ്പോഴത്തേക്ക് പിന്നെ തിരിച്ച് നാട്ടിൽ പോയത്, ഇനി വരുന്നില്ല എന്നുള്ള രീതിയിൽ. കാരണം എൻ്റെ ഫാദറിന് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഡൽഹിയിലുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് ആ ഒരു സമയത്ത് ഫാദർ സുഖമില്ലാതൊക്കെ ആവുന്ന ഒരു അവസ്ഥ വന്നു. എന്ന് പറഞ്ഞാൽ പാരലൈസ് ഒക്കെ ആയി. ആ സമയത്ത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ടെൻഷൻ. അങ്ങനെ ഞാൻ തിരിച്ച് എമർജൻസി ആയിട്ട് തന്നെ കയറി പോവുക. കാരണം ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഫാദറിന് ഒരു സപ്പോർട്ട് ആരുമില്ല. ഞാൻ ഒറ്റ മോനാണ്, 2 പെങ്ങന്മാരും ഉണ്ട്, അവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് കയറി പോന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, പപ്പ ഇനി ജോലിക്കോ കാര്യങ്ങളോ ഒന്നും പോകണ്ട, 2 പേരും വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുക, ഇനി ഞങ്ങളുടെ കാലമാണ്, ഞങ്ങൾ നിങ്ങളെ ടേക്ക് കെയർ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഇന്ന് വരെയും പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഞാൻ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നിന്നപ്പോഴത്തേക്ക് ധാരാളം നമ്മളെ തേടിയെത്തി കലാപരമായിട്ട്. അതൊക്കെ നാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അത് മനസ്സിനകത്ത് എന്നും ഉള്ളൊരു നെഗറ്റീവായിട്ട് ഇന്നും കണ്ടിന്യൂ പോകുന്നതാണ്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളുമായിട്ട് മാതാപിതാക്കളും കൊച്ചുങ്ങളെയും കൊണ്ട് ഓരോരോ കലാപരമായിട്ട് തേടി അങ്ങോട്ട് അലയുവാണ്. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒത്തിരി ചാൻസുകൾ ഇപ്പം പല രീതിയിൽ, സിനിമയാണോ കലാപരമായിട്ട് എല്ലാം ചാൻസുകൾ ഇങ്ങോട്ട് വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ വെച്ച് പോയി. പക്ഷേ അതിനകത്തൊന്നും ഒരു വിഷമമില്ല. പിന്നെ കുടുംബത്തിന് വേണ്ടി, കുടുംബ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നില്ല, അത് അഡ്വാൻറ്റേജ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. കാരണം ഇവിടെ വന്നുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി. ഗൾഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെന്നല്ലോ, എല്ലാവർക്കും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് ഹാപ്പിയാണ്. നാടിനെ ഇപ്പോൾ ഫാമിലി ഉള്ളതുകൊണ്ട് ഫാമിലി മിസ് ചെയ്യില്ല, പക്ഷേ അച്ഛനും അമ്മയും മിസ് ചെയ്യും. അതൊക്കെ അല്ലാതെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണം എന്തുവാ? ഇപ്പോൾ നാട്ടിലെ കാര്യമാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലെ ഫുഡ്, ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ്, അത് വളരെ മിസ്സിങ് ആണ്. പക്ഷേ ഇപ്പോൾ പ്രിയതമ ഉണ്ടായതുകൊണ്ട് പിന്നെ ആ ഒരു ഇതില്ല. ഫാമിലി ഇല്ലാത്തവരുടെയൊക്കെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതേപോലെ ചില സമയത്ത് നമ്മൾ ചിന്തിക്കും, ഞാനതുകൊണ്ട് ഇടയ്ക്ക് ഒരു 3 month 4 month ഒക്കെ കൂടുമ്പോൾ നാട്ടിൽ 10 ദിവസത്തേക്ക് ഓടിപ്പോവും. പിന്നെ ഫ്രണ്ട്സ്, പിന്നെ ആ ഒരു സമയത്തെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോൾ ആ ഒരു സമയം വരെ. ഇന്നിപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. പ്രവാസി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും വെടിഞ്ഞാലേ പറ്റത്തുള്ളൂ. ഇപ്പം എന്നെ അപേക്ഷിച്ച് ഫാമിലി ഇവിടെ ഉണ്ട്. അതേസമയത്ത് ഫാമിലി ഇല്ലാത്തവരുടെയൊക്കെ അവസ്ഥ നോക്കുവാണെങ്കിൽ ഞങ്ങളൊക്കെ ബ്ലെസ്സിങ് അല്ലേ. അപ്പം നാട്ടിൻ്റെ മിസ്സിങ് എന്ന് പറഞ്ഞാൽ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഇവിടെ തന്നെ നാടിൻ്റെ ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ചേച്ചി എന്താ അഭിപ്രായം? നാട്ടിൽ എന്താ മിസ് ചെയ്യണം ഏറ്റവും കൂടുതൽ? നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ പേരൻസും നമ്മുടെ വീടും തന്നെയാണ്. അല്ലാതെ ബാക്കിയെല്ലാം നമുക്കിവിടെ ഒന്നിച്ചായതുകൊണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് മമ്മി ഉണ്ടാക്കുന്ന ആ പഴയ ടേസ്റ്റിലുള്ള ഫുഡുകൾ തീർച്ചയായും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പം പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇയർലി ലീവ് കാര്യങ്ങളേ ഉള്ളൂ മിനിസ്ട്രി ആകുമ്പോഴത്തേക്ക്. എനിക്കെന്ന് പറഞ്ഞാൽ പപ്പയും അമ്മയുടെയും കൂടെ ഞാൻ എവറി 3-4 month ഞാൻ പോയി നിൽക്കുന്നുണ്ട്. എനിക്ക് ഒരു പുതുമയില്ല. പിന്നെ ഡെയിലി എത്ര മണിക്കൂറോളം വീഡിയോ കോളിങ് കാര്യങ്ങളുമാണ്. ഞാൻ പോയി 10 ദിവസം നിൽക്കുന്നുണ്ട്. അത് അവരോട് നിൽക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം. പക്ഷേ നമ്മൾ പ്രവാസം ഇവിടെ നിന്നാലേ പറ്റത്തുള്ളൂ. ഫാമിലി ഇവിടെ ഉണ്ട്, അങ്ങനെ പോകുന്നു. അതിൽ രണ്ടിലും എല്ലാം ഏറ്റെടുത്തേക്കുന്നു. പോയി വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോയാലും നമുക്കൊരു 35 days കിട്ടുന്ന, അതിനകത്ത് എത്ര ദിവസം നമുക്ക് നമ്മുടെ പേരൻസിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും? അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്നത്. രണ്ടുപേരും ഫുഡിയാണോ? ഫുഡിയാണോ എന്ന് ചോദിച്ചാൽ ഒരു സമയത്തൊക്കെ നല്ല എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഫുഡുകൾ വേണോ ആഗ്രഹങ്ങളാണ് എല്ലാം പോയി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളെന്ന് പറയുന്ന എല്ലാം ഒരു വീട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഫുഡുകൾ പക്ക നാടൻ ഫുഡാണ്. പക്ഷേ വീക്കിലി ഇപ്പം ഇവിടെ തന്നെ വീട്ടിൽ എത്ര ദിവസം, വീക്കിലി 1-2 times ഞങ്ങൾ പുറത്ത് പോകും, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകും. അതല്ലാതെ ഇവിടെ ഒരു പ്രവാസത്തിൽ വേറൊരു ലൈഫ് സ്റ്റൈൽ, ഒരു എൻജോയ്മെൻറ്റ് ഇതില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് കുവൈറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ പോയെന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡും അവൈലബിൾ ആണ്. നമുക്ക് എന്തുണ്ടെങ്കിലും അതും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് നമ്മുടെ കുവൈറ്റ്. അപ്പോൾ നമുക്ക് അതും എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ്.
എല്ലാം നല്ല ടേസ്റ്റോട് കൂടി നമ്മുടെ നാടൻ രീതിയിൽ കൊണ്ടുവരാന്ന് ഇഷ്ടം. പിന്നെ പ്രത്യേകിച്ച് മജ്ബൂസ് ഒക്കെ ഇപ്പം കുവൈറ്റിന്റെ രീതിയിൽ വന്നെങ്കിൽ ഞങ്ങൾ അത് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യും നമ്മുടെ ഫ്രീജ് സൊലയിലാണ്. അത് കഴിക്കാൻ വേണ്ടി പോവാത്തവരാരുമില്ല. ആ ബൺ സൂപ്പ്, ആ മജ്ബൂസ്, പിന്നെ കപ്സ ഇതൊക്കെ കഴിക്കണമെങ്കിൽ ഞങ്ങൾ അവിടെ അറബിക് ഷോപ്പിൽ തന്നെ പോകും. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ പല നാടൻ ഷോപ്പുകളുണ്ട്. നല്ല രീതിയിൽ നാട്ടിൽ കിട്ടുന്ന രീതിയിൽ തന്നെ വിഭവങ്ങൾ കിട്ടും. അവിടെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ പോയി കഴിക്കാറുണ്ട്. ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല, എല്ലാ ഫുഡും ഞങ്ങൾ ടേസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ നാടൻ ഫുഡ് തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ചേട്ടാ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഒരുപാട് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഗൾഫിൽ വരുന്നവർക്കും ഇവിടെ നിൽക്കുന്നവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് രണ്ടുപേരും ഷെയർ ചെയ്തത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള സുജിത്തിനും ഇവിടെ വന്നല്ലോ, നമ്മുടെ വീട്ടിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നല്ലൊരു സോഷ്യൽ വർക്കർ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. കുടുംബമായിട്ട് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ.